ഹലോ, ഇന്ന് എളുപ്പത്തിൽ അടിപൊളി സോഫ്റ്റ് പൊറോട്ട തയ്യാറാക്കിയാലോ. എത്ര അറിയാത്തവർക്കും പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ അടിപൊളി ഈസി റെസിപ്പിയാണ്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് ഒന്ന് നോക്കാം. അതിന് മുന്നേ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാത്തവരൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അതിനായിട്ട് തയ്യാറാക്കാനായിട്ട് 1/2 കിലോ മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ചെറിയ സ്പൂണ് 1/4 ടീസ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിന് ഉപ്പും അല്പം ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തിളച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം അല്പം ഒഴിച്ച് ഇതുപോലെ കുഴച്ചെടുക്കുക. നല്ല ചൂടുണ്ട്, എന്തെങ്കിലും സ്പൂണോ എന്തെങ്കിലും വെച്ച് കുഴച്ചെടുക്കുക, അപ്പം കൈ കൊള്ളൂല. ഇപ്പോൾ അല്പം വെള്ളം ഒഴിച്ച് ഈ ചപ്പാത്തി മാവിനെക്കാട്ടിലും കുറച്ച് ലൂസായിട്ടിരിക്കണേ മാവ്. ഒരല്പം ഒട്ടലുള്ള രീതിയിൽ വേണം കുഴച്ചെടുക്കാൻ. ഇപ്പോൾ മാവ് നന്നായിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ അല്പം ഓയിലൊന്ന് തടവി കൊടുക്കുകയാണ്. ഇപ്പോൾ അടിപൊളിയായിട്ട് മാവ് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി പെട്ടെന്ന് തന്നെ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. ഓരോ ബൗളാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ചപ്പാത്തി മാവിനൊക്കെ എടുക്കുന്ന ആ ഒരു വലിപ്പത്തിൽ തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അങ്ങനെ ഫുള്ളായിട്ടും ബൗളാക്കി എടുക്കുക. അങ്ങനെ ഫുള്ള് റൗണ്ട് ആകൃതിയിൽ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി അല്പം മൈദപ്പൊടി കൗണ്ടർ ടോപ്പിലിട്ടതിന് ശേഷം ചപ്പാത്തി പരത്തുന്ന കുഴൽ കൊണ്ട് പരത്തിയെടുക്കുക. നല്ല നൈസായിട്ട് പരത്തിയെടുക്കുക. ഷേപ്പൊന്നും ആവശ്യമില്ല, ഇങ്ങനെ ആകൃതിയിൽ നല്ല കനം കുറച്ചൊന്ന് പരത്തിയെടുത്താൽ മതി. ഒട്ടും കട്ടിയില്ലാതെ അങ്ങനെ പരത്തിയെടുത്തിട്ടുണ്ട്, ഒട്ടും കട്ടിയില്ലാതെ. ഇനി അതിൻ്റെ മുകളിൽ അല്പം ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം അല്പം മൈദപ്പൊടി ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ മടക്കിയെടുക്കുകയാണ്. പിന്നെ ഇതുപോലെ മൊത്തം മടക്കി എടുക്കുക. കണ്ടില്ലേ, ഈ ഒരു വിധത്തിൽ വേണം എടുക്കാൻ. ഇനി അത് റൗണ്ട് ആകൃതിയിൽ ഒന്ന് ചുറ്റിച്ചെടുക്കാം. ഇപ്പം ഇങ്ങനെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. പൊറോട്ടയ്ക്ക് സാധാരണ നമ്മൾ ചുറ്റിച്ചെടുക്കുന്ന പോലെ തന്നെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. മുഴുവനും ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. ചെറുതായിട്ട് ഒന്ന് പൊടിയിട്ടിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, വലിയ പാടൊന്നുമില്ല. മാവ് നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് ചൂടുവെള്ളത്തിൽ കുഴച്ചുകൊണ്ട് നല്ല സോഫ്റ്റ് ഉണ്ട്, പെട്ടെന്ന് പരത്തിയെടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഇതുപോലെ ഓയിൽ ബ്രഷ് ചെയ്ത് പൊടിയൊന്നും ഇട്ടതിന് ശേഷം ഇതുപോലെ മടക്കി എടുക്കുക. വീശി അടിക്കുകയൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും. എത്ര അറിയാത്തവർക്കും പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഇതാണ്. അതുപോലെ ചുറ്റിച്ചെടുത്തിട്ടുണ്ട്. അതിൽ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും. ഇനി തയ്യാറാക്കി വെച്ചതിൻ്റെ മുകളിലോട്ട് അല്പം ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അല്പം മൈദപ്പൊടി കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതങ്ങനെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി അത് ചപ്പാത്തി കൊള്ളുകൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് പരത്തിയെടുക്കുക. പൊറോട്ട തയ്യാറാക്കിയെടുക്കുക. ഇതുപോലെ റൗണ്ട് ആകൃതിയിൽ ചെറുതായിട്ടൊന്ന്, ഒത്തിരി ബലം ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് റൗണ്ട് ആകൃതിയിലാക്കി എടുക്കുക. ഇനി ചൂടായ ദോശക്കല്ലിലേക്ക് അല്പം നെയ്യ് ബ്രഷ് ചെയ്തതിന് ശേഷം ഓരോന്നായിട്ട് ചുട്ടെടുക്കുക. ഇനി തിരിച്ചും മറിച്ചും ഇട്ട് ഇതുപോലെ ചുട്ടെടുക്കാം. ഇടയ്ക്ക് അല്പം നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ട് ലെയർ ഇങ്ങനെ വിട്ട് വരുന്നുണ്ട്. കുക്കായി വരുന്തോറും ലെയർ ഇങ്ങനെ വിട്ട് വരുന്നുണ്ട്. അങ്ങനെ പൊറോട്ട തയ്യാറായിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്.
ഇതേപോലെ മുഴുവനും ചുട്ടെടുക്കാം. കണ്ടില്ലേ, നല്ല ലെയർ ഇങ്ങനെ വിട്ട് വിട്ട് വരുന്നുണ്ട്. കുക്കായി വരുന്നതോറും വീശി അടിക്കുകയൊന്നും ചെയ്യാതെ ഇത്രയും നല്ല ലെയറിലായിട്ട് നല്ല സോഫ്റ്റായിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നില്ല. ഇനി ഇത് ചുട്ടെടുത്ത പൊറോട്ട ഒന്ന് അടിച്ച് കൈ കൊണ്ട് ഇതുപോലെ അടിച്ചെടുക്കുക. കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ട് നല്ല ലെയറൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, അടിപൊളിയായി വന്നിട്ടുണ്ട്. അങ്ങനെ മുഴുവനായിട്ടും തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പം അടിപൊളി ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന പൊറോട്ട റെസിപ്പിയാണ്. അപ്പോൾ ഇഷ്ടമായാലും ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. അപ്പം കണ്ട ബീഫ് കറിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ്, സോഫ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ, ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.